നമസ്കാരം. മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5-ാമത്തെ അധ്യായമാണ്, കൾച്ചർ ആൻഡ് നാഷണാലിസം. സംസ്കാരവും ദേശീയതയും. കൾച്ചർ ആൻഡ് നാഷണാലിസം. ഇതിൽ ആദ്യം പഠിക്കാനുള്ള ചോദ്യം എന്താണ് നാഷണാലിസം എന്നതാണ്. ദേശീയത എന്നാൽ എന്ത്? നാഷണാലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ദ പീപ്പിൾ ഓഫ് എ നാഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റീജിയൻ ആൻഡ് റിലീജിയൻ. അതായത് ജാതി, വർഗം, പ്രാദേശികം, മതം ഇവയ്ക്കെല്ലാം അപ്പുറം ജാതി, മത, വർഗ, പ്രാദേശിക ചിന്തകൾക്കപ്പുറം ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന വികാരമാണ് ദേശീയത. ജാതി, മത, വർഗ, പ്രാദേശിക വികാരങ്ങൾക്കപ്പുറം ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നത് എന്താണോ അതാണ് ദേശീയത. നാഷണാലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ് among the people of a nation irrespective of caste, creed, region and religion. ഈ അധ്യായത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തുന്നതിന് കാരണമായ ഘടകങ്ങളെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്കാരിൽ ദേശീയത വളരുന്നതിന് കാരണമായത് എന്തെല്ലാം. ഇവിടെ ഈ ഭാഗം ശ്രദ്ധിക്കുക. The 19th century India witnessed two types of protests in ideological and cultural spheres. അതായത് 19-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആശയപരമായും സാംസ്കാരികപരമായും, ആശയപരമായ മേഖലയിലും സാംസ്കാരികപരമായ മേഖലയിലുമായി രണ്ട് തരത്തിലുള്ള എതിർപ്പുകളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള എതിർപ്പുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതിലൊന്ന് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഇൻഇക്വാളിറ്റി, വയലേഷൻസ് ഓഫ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ഈവിൾസ് വിച്ച് എക്സിസ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി. ഒന്നാമത്തേത് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഇൻഇക്വാളിറ്റി, ഇന്ത്യയിലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇൻഇക്വാളിറ്റീസിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്. ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസമത്വങ്ങൾ. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരെ ഉള്ളവയായിരുന്നു ഒന്നാമത്തേത്. എന്താണെന്ന് ചോദിച്ചാൽ വയലേഷൻസ് ഓഫ് റൈറ്റ്സ്, വയലേഷൻസ് ഓഫ് റൈറ്റ്സ്, റൈറ്റ്സ് അവകാശങ്ങൾ, അവകാശ നിഷേധങ്ങൾ, വയലേഷൻസ് ഓഫ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ഈവിൾസ് വിച്ച് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. പിന്നെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള സോഷ്യൽ ഈവിൾസ്, സാമൂഹികമായ അനാചാരങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് അസമത്വങ്ങൾക്കെതിരെ. അസമത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവകാശ നിഷേധങ്ങളാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളാകാം. ഇനി രണ്ടാമത്തേത് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ എക്കോണമിക് എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് ദ കൊളോണിയൽ ഫോഴ്സസ്. കൊളോണിയൽ ഫോഴ്സസിന്റെ എക്കോണമിക് എക്സ്പ്ലോയിറ്റേഷൻസിനെതിരെ. കൊളോണിയൽ ഫോഴ്സസ് മീൻസ് ബ്രിട്ടീഷുകാരന്മാരുടെ എക്കോണമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം. നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് വിവിധ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷുകാരന്മാർ ചൂഷണം ചെയ്തു കൊണ്ടുപോയി എന്നാണ് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരന്റെ സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഉള്ളതായിരുന്നു രണ്ടാമത്തേത്. അപ്പോൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരിക്കൽ കൂടി. The 19th century India witnessed two types of protest in ideological and cultural spheres, which are the first one, protest against inequality, that means violations of rights and the social evils which existed in the Indian society. The second one, protest against the economic exploitations of the colonial forces. അടുത്തത് കൊളോണിയൽ റൂൾ ആൻഡ് നാഷണാലിസം എന്ന ഭാഗമാണ്. കോളനി ഭരണവും ദേശീയതയും. കോളനി ഭരണവും ദേശീയതയും, കൊളോണിയൽ റൂൾ ആൻഡ് നാഷണാലിസം. ഇവിടെ പറയുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം.
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ ഭരണം ആരംഭിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ഭരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ദീർഘകാലം ഭരണം നടത്തണമെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള വ്യക്തമായ ആഴത്തിലുള്ള ഒരു അറിവുണ്ടാകണം എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ദേ ലേൺഡ് എബൌട്ട് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം ദ വർക്ക്സ് ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് പേർഷ്യൻ ആൻഡ് ബൈ ട്രാൻസ്ലേറ്റിംഗ് ദം. ഇന്ത്യയെക്കുറിച്ചുള്ള രചനകൾ സംസ്കൃത ഭാഷയിലും പെർഷ്യൻ ഭാഷയിലുമൊക്കെയുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാവുകയോ ഒക്കെ ചെയ്തു. എന്നിട്ട് ബ്രിട്ടീഷുകാരന്മാരായ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക എഡ്യൂക്കേഷണൽ സിസ്റ്റം അവരിവിടെ ആരംഭിച്ചു. ദ എൻഫോഴ്സ്ഡ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ടു ട്രെയിൻ ദെയർ ഓൺ ഓഫീസേഴ്സ്. എന്തിനാണ്? ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്ത്യയിൽ ദീർഘകാലം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ ഇംഗ്ലീഷുകാരന്മാര് ഇന്ത്യയെക്കുറിച്ചുള്ള അറിവുകൾ ബ്രിട്ടീഷുകാരന്മാർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അതാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ പഠിക്കാനുള്ളത്. അത്തരത്തിൽ ആരംഭിക്കപ്പെട്ട എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രധാനപ്പെട്ടവയാണ് ഒന്ന്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വിച്ച് വാസ് ഫൗണ്ടഡ് ബൈ വില്യം ജോൺസ്, ആൻഡ് ദ സെക്കൻഡ് വൺ കൽക്കട്ട മദ്രസ ഫൗണ്ടഡ് ബൈ വാറൻ ഹാസ്റ്റിങ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ്, ബനാറസ് സംസ്കൃത കോളേജ്. അത് ആരംഭിച്ചത്, ബനാറസ് സംസ്കൃത സർവകലാശാല ആരംഭിച്ചത് ജൊനാഥൻ ഡങ്കൻ എന്ന് പറയുന്ന ആളാണ്. ഇത് മൂന്നെണ്ണവും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആരംഭത്തെക്കുറിച്ച്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത് മെക്കാളെ പ്രഭുവാണ്. ലോർഡ് മെക്കാളെ പ്രഭു. അദ്ദേഹം 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇവിടെ. ലോർഡ് മെക്കാളെ ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇൻ 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ലോർഡ് മെക്കാളെയാണ്. 1835 അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി ചില മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. അത് ശ്രദ്ധിക്കുക. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ബൈ ദ 19th century, ഇംഗ്ലീഷ് കൾച്ചർ ആൻഡ് ഐഡിയോളജീസ് ബിഗാൻ ടു ഇൻട്രൂഡ് ഇൻ ടു ദ ഇന്ത്യൻ സൊസൈറ്റി. 19ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഇംഗ്ലീഷുകാരൻ്റെ സംസ്കാരവും അവൻ്റെ ആശയങ്ങളുമൊക്കെ, ഇംഗ്ലീഷ് ഭാഷയുടെ സംസ്കാരത്തിൻ്റെ ആശയങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തി തുടങ്ങി. Some Indian leaders found it necessary to resist this cultural invasion. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യക്കാരായ നേതാക്കന്മാർക്ക് തോന്നി, ചില ഇന്ത്യക്കാരന്മാരായ നേതാക്കന്മാർ ഈ സാംസ്കാരികപരമായ കടന്നുകയറ്റത്തെ ചെറുത്തു നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി. Some Indian leaders found it necessary to resist this cultural invasion. സാംസ്കാരികമായ കടന്നുകയറ്റത്തെ റെസിസ്റ്റ് ചെയ്യേണ്ടത്, തടഞ്ഞു നിർത്തേണ്ടത് നെസസറിയാണ്, അത്യാവശ്യമാണ് എന്ന് ഇന്ത്യൻ നേതാക്കന്മാർ തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞവരിലധികവും മോസ്റ്റ് ഓഫ് ദം വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഹു ഇന്റേണലൈസ്ഡ് ദ കോൺസെപ്റ്റ്സ് ലൈക്ക് ഡെമോക്രസി, ലിബർട്ടി, റേഷണാലിസം, ഇക്വാളിറ്റി, സയന്റിഫിക് ടെമ്പർ, സോഷ്യലിസം, സിവിൽ റൈറ്റ്സ് എക്സെട്ര. ഇങ്ങനെ മുൻകൈയെടുത്തവരിലധികവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായ ഇന്ത്യക്കാരായിരുന്നു. അവർ ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ശാസ്ത്രചിന്തയെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും ഒക്കെയുള്ള അറിവുകൾ നേടിയിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് ബ്രിട്ടീഷുകാരൻ്റെ സാംസ്കാരികമായ കടന്നുകയറ്റത്തെ ചെറുത്തു നിർത്തുന്നതിന് ശ്രമിച്ചു. They tried to uniform Indian society, language, art and literature. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഭാഷകളെ, നമ്മുടെ കലകളെ, നമ്മുടെ സാഹിത്യത്തെ എല്ലാം യൂണിഫോം വൽക്കരിക്കുന്നതിന്, ഏകീകരിക്കുന്നതിന്, ഒരുമിപ്പിക്കുന്നതിന് ഇവർ പരമാവധി ശ്രമിച്ചു. ആ ശ്രമങ്ങൾ നമ്മളിൽ ദേശീയത ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ ഒന്നാണ് എന്ന ചിന്ത വളർത്തിയെടുക്കുന്നതിന് ഒരു പരിധിവരെ സഹായകമായി. സോഷ്യൽ റീഫോംസ്. ലിബറൽ ഔട്ട്ലുക്ക്
passion for modernization and rationalism nurtured in Indian society in the 19th century paved the way for the emergence of various social reform movements. 19-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലെ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. ലിബറൽ ഔട്ട്ലുക്ക്, സ്വതന്ത്രമായ കാഴ്ചപ്പാട്, പാഷൻ ഫോർ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തിലേക്കുള്ള താല്പര്യം, പാഷൻ ഫോർ മോഡേണൈസേഷൻ, ആധുനികവൽക്കരിക്കപ്പെടുവാനുള്ള അല്ലെങ്കിൽ ആധുനികതയിലേക്ക് എത്തുവാനുള്ള താല്പര്യം, ആൻഡ് റേഷണാലിസം, ഉയർന്ന ചിന്താഗതി, നർച്ചേർഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇതൊക്കെയാണ് ഇന്ത്യൻ സമൂഹത്തെ 19-ാം നൂറ്റാണ്ടിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലേക്ക് വഴിതെളിച്ചത്. എന്തായാലും 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, 2 തരത്തിലുള്ള പ്രധാന ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. The social reform movements of 19th century India had 2 main objectives, which are the first one, to eradicate evils and superstitions that existed in the Indian society. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക്. അതിലൊന്നാമത്തേത് ടു ഇറാഡിക്കേറ്റ് ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങൾ, അതേപോലെ ഈവിൾസ്, തിന്മകൾ, അനീതികൾ. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികളും തിന്മകളും ഇറാഡിക്കേറ്റ് ചെയ്യുക, തുടച്ചു നീക്കുക, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുക. രണ്ടാമത്തേത് ടു എൻഷുർ ഈക്വൽ സിവിൽ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ഡ്രസ് കോഡ്. രണ്ടാമത്തെ ലക്ഷ്യം എൻഷുർ ഈക്വൽ സിവിൽ റൈറ്റ്സ്, തുല്യമായ സിവിൽ അവകാശങ്ങൾ നേടിയെടുക്കുക, തുല്യമായ സിവിൽ അവകാശങ്ങൾ നേടിയെടുക്കുക. എന്തിനൊക്കെയാണ്? ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്, ട്രാവൽ, യാത്ര ചെയ്യുന്നതിന്, ഡ്രസ് കോഡ്, വസ്ത്രധാരണ രീതിക്ക്, എല്ലാവർക്കും ഒരേപോലെ വസ്ത്രം ധരിക്കാൻ, എല്ലാവർക്കും ഒരേപോലെ യാത്ര ചെയ്യുവാൻ, ഒരേപോലെ വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ ഒക്കെ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഇങ്ങനെ 2 ലക്ഷ്യങ്ങളാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നത്. ഇനി ഈ ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുക സാധ്യമല്ല എന്ന് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ മറ്റു ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. So the reformers aimed at bringing about fundamental changes in Indian society. നമ്മുടെ സമൂഹത്തിൽ ചില അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന് നമ്മുടെ സോഷ്യൽ റീഫോമേഴ്സ് തിരിച്ചറിഞ്ഞു. അതിനു വേണ്ടിയിട്ട് അവർ ചില പ്രപ്പോസൽസ് മുന്നോട്ട് വെച്ചു. ആ പ്രപ്പോസൽസ് ഇതൊക്കെയാണ്, ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നവർ പറഞ്ഞു. ഈ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മുകളിൽ പറഞ്ഞ 2 ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. ഒന്നാമത്തേത്, ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്രപ്പോസൽസിൽ ഒന്നാമത്തേത് ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇല്ലാതെയാക്കുക. സെക്കൻഡ് വൺ, പ്രൊട്ടക്റ്റ് ദ റൈറ്റ്സ് ഓഫ് ആൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് വിമൺ, സ്ത്രീകൾക്കെതിരെയുള്ള വേർതിരിവുകൾ അവസാനിപ്പിക്കുക. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുക. പ്രൊമോട്ട് വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക. അബോളിഷ് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, ശിശു വിവാഹം അബോളിഷ് ചെയ്യുക, ഒഴിവാക്കുക, ഇല്ലാതെയാക്കുക. ആൻഡ് എലിമിനേറ്റ് ദ സൂപ്രമസി ഓഫ് ദ ക്ലർജി, അതോടൊപ്പം എലിമിനേറ്റ് ദ സൂപ്രമസി ഓഫ് ദ ക്ലർജി, പുരോഹിത വർഗത്തിന്റെ മേധാവിത്വം അവസാനിപ്പിക്കുക. പുരോഹിത മേധാവിത്വം, പൗരോഹിത്യ മേധാവിത്വം അവസാനിപ്പിക്കുക. ചൈൽഡ് മാരേജ് ഇല്ലാതെയാക്കുക, ശൈശവ വിവാഹം ഇല്ലാതെയാക്കുക. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള വേർതിരിവുകൾ ഇല്ലാതെയാക്കുക. അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് അവസരമുണ്ടാക്കുക. കാസ്റ്റ് സിസ്റ്റം ഇല്ലാതെയാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ പറഞ്ഞ പ്രപ്പോസൽസ്. ഈ പ്രപ്പോസൽസ് ഒക്കെ നടപ്പിലാക്കുവാനായിട്ട് പറഞ്ഞു. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ്. വളരെ ചുരുക്കി പറയാം. സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട പേര് രാജാറാം മോഹൻ റോയിയുടേതാണ്. രാജാറാം മോഹൻ റോയി ഈസ് കൺസിഡേർഡ് ആസ് ദ പയനിയർ ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ മുൻപേ നടന്ന ആൾ, ഒന്നാം സ്ഥാനീയൻ, പ്രഥമ ഗണനീയൻ എന്നൊക്കെ പറയാവുന്നത് രാജാറാം മോഹൻ റോയിയാണ്. നമ്മുടെ രാജ്യത്തെ ആധുനികവൽക്കരണത്തിലേക്ക് നയിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം he opposed caste system and sati, social evils prevailed in Indian society and established the Brahma Samaj in Bengal. നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള സാമൂഹിക അനാചാരങ്ങളെയും എതിർത്തിരുന്ന വിദ്യാസമ്പന്നനായ രാജ്യസ്നേഹിയാണ് രാജാറാം മോഹൻ റോയ്. ഹി ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം. അതേപോലെ തന്നെ സതി എന്ന് പറയുന്ന ദുരാചാരം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഹി ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. സതി എന്ന് പറയുന്ന ദുരാചാരത്തെ എതിർത്തു. സോഷ്യൽ ഈവൽസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ ബ്രഹ്മ സമാജ് ഇൻ ബംഗാൾ. നമ്മുടെ സോഷ്യൽ ഈവൽസ് ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. നമ്മുടെ രാജ്യത്തെ സോഷ്യൽ റീഫോം ചെയ്യുന്നതിന് വേണ്ടി, സാമൂഹികമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ബ്രഹ്മ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് ഇൻ ബംഗാൾ. അതുപോലെ he propagated the idea of unified Indian society. ഒന്നായ, ഏകീകരിക്കപ്പെട്ട, ഒരുമിപ്പിക്കപ്പെട്ട ഒരു ഇന്ത്യൻ സമൂഹം, അതായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ച ആശയം. ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യൻ സൊസൈറ്റി. ഏതിൻ്റെ സ്ഥാനത്ത്? ഇൻ ദ പ്ലേസ് ഓഫ് എ സൊസൈറ്റി ഫ്രാഗ്മെന്റഡ് ഓവർ കാസ്റ്റ് ലൈൻസ്. ജാതിയുടെ പേരിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത്, ജാതിയുടെ പേരിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ സൊസൈറ്റിക്ക് പകരം അവിടെ വേണ്ടത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യൻ സമൂഹമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ആശയം ജനങ്ങളിൽ പാട്രിയോട്ടിസം, ദിസ് ഐഡിയ പ്രോംപ്റ്റഡ് പാട്രിയോട്ടിസം എമംഗ് ദ പീപ്പിൾ, ജനങ്ങളിൽ രാജ്യസ്നേഹം വളർത്തുന്നതിന് കാരണമായി. അങ്ങനെ രാജ്യസ്നേഹം വളരുകയും എന്തായാലും ഒരു പരിധിവരെ ദേശീയത, സോഷ്യൽ റീഫോം, സാമൂഹിക പരിഷ്കരണമൊക്കെ നേടിയെടുക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു. ഒപ്പം അദ്ദേഹം സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ളൊരു ആളാണ്. ഹി ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് വിമൺ. ഹി അഡ്വക്കേറ്റഡ് ഫോർ ദ റൈറ്റ് ഓഫ് വിമൺ ടു ഓൺ പ്രോപ്പർട്ടി. അദ്ദേഹം വാദിച്ച ഒരു കാര്യം, ഈ സ്വത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് വാദിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമായി. രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ നിന്ന് ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് കടന്നു വരികയുണ്ടായി. അതിൽ ബംഗാളിൽ തന്നെയുള്ള ഒരാളാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം ഹി ആർഗ്യൂഡ് ഫോർ റീമാരേജ് ഓഫ് വിഡോസ്. അദ്ദേഹം വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടി ശക്തമായി വാദിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട്, ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, the British government passed the Hindu Widow Remarriage Act in 1856. എന്തായാലും ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ശ്രമഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856 ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പാസ്സാക്കപ്പെട്ടൊരു നിയമമാണ്. ഈ നിയമം അനുസരിച്ച് ഹിന്ദുക്കളായ ഇന്ത്യൻ വിധവകൾക്ക് പുനർവിവാഹം ചെയ്യുന്നതിന്, വീണ്ടും വിവാഹം കഴിക്കുന്നതിന് നിയമപരമായ സാധുത നൽകുന്ന ഒരു നിയമമായിരുന്നു ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാസ്സാക്കപ്പെട്ടു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തന ഫലമായി, ശ്രമഫലമായിട്ടാണ് നടന്നത്. അതിന് വളരെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. പിന്നെ അതേപോലെ അടുത്ത് ഒരു കാര്യം കൂടി ഓർമ്മിക്കാനായിട്ടുണ്ട്. അത് ശാരദാ സദൻ ബോംബെ ആണ്. അതായത് പണ്ഡിത രമാഭായി എന്ന് പറയുന്ന ആളാണ് ഈ ശാരദാ സദൻ സ്ഥാപിച്ചിട്ടുള്ളത്. അത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ സംഭവം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച റീഫോമേഴ്സിനെ കുറിച്ചും അവരുടെ ഐഡിയോളജീസിനെ കുറിച്ചുമാണ് തന്നിട്ടുള്ളത്. ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഈ ആര്യ സമാജ്, രാമകൃഷ്ണ മിഷൻ, അലിഗർ മൂവ്മെൻറ്റ്, ഇങ്ങനെ നിരവധി സോഷ്യൽ റീഫോം മൂവ്മെൻറ്റുകൾ ഇന്ത്യയിലുണ്ട്. ഇതിന് മുകളിൽ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അത് ബ്രഹ്മസമാജാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ്.